മലയാളി മറക്കാത്ത സാഗര ഗർജനത്തിന് 100 വയസ്സ് പിന്നിടുന്നു. ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി റാന്നി മുൻ MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ കേരളവിഷൻ ന്യൂസുമായി സൗഹൃദം പങ്കുവച്ചു. ഇന്ന് ഞാനത് കണ്ടെത്തി. നിങ്ങളുടെ കോളേജ് യൂണിയൻ ചെയർമാൻ പ്രമോദ് നാരായണനെ ഞാൻ എന്റെ പിൻഗാമിയായി കരുതുന്നു എന്ന് പറഞ്ഞപ്പോ അതൊരു ആജീവനാന്ത കാവലാണ്, അനുഗ്രഹമാണ്. പ്രസംഗകലയുടെ പെരുന്തച്ഛനായിരുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോട്. ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങളും ആശീർവാദവും ഏറ്റുവാങ്ങാൻ ഭാഗ്യം സിദ്ധിച്ച ജനപ്രതിനിധികളിൽ അപൂർവം ഒരാളാണ് മധ്യ തിരുവിതാംകൂറിലെ റാന്നി മണ്ഡലത്തിലെ മുൻ MLA കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ. ശതാബ്ദി ആഘോഷിക്കുന്ന വേളയിൽ സുകുമാർ അഴീക്കോടുമായിട്ടുള്ള സൗഹൃദങ്ങൾ അദ്ദേഹം നമ്മളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. എങ്ങനെയാണ് സുകുമാർ സാറുമായിട്ടുള്ള ബന്ധം? സുകുമാർ അഴീക്കോടുമായുള്ള എൻ്റെ വ്യക്തിബന്ധം ഏത് മലയാളിക്കും ഉള്ളതുപോലെ പ്രഭാഷണ കലയുടെ വലിയ ആചാര്യനോട് സാംസ്കാരിക നായകൻ എന്ന വിശേഷണം അഴീക്കോട് മാഷിന് മുമ്പ് ആ വിശേഷണം ഉണ്ടായിരുന്നോ എന്നെനിക്കറിയില്ല. സാംസ്കാരിക നായകൻ എന്നൊരു വിശേഷണം തന്നെ അഴീക്കോട് മാഷിന്റെ പ്രഭാഷണ കാലത്താണ് രൂപപ്പെടുന്നത്. അത്തരമൊരു ആളിനോട് ഏത് മലയാളിക്കുമുള്ള ഒരു ബന്ധം, എല്ലാ മലയാളിക്കും അഴീക്കോട് മാഷിനെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത, അടുപ്പമില്ലാത്ത ആളുകൾക്ക് പോലും സുകുമാർ അഴീക്കോടുമായുള്ളൊരു ബന്ധമുണ്ട്. ആ ബന്ധം അദ്ദേഹം സൃഷ്ടിച്ച വാക്കുകളുടെ തോരാമഴയിൽ നനഞ്ഞു നിൽക്കുന്ന ചെടികളായി, പൂക്കളായി, ചില്ലകളായി, അങ്ങനെ തളിർത്ത ഏത് മലയാളിക്കും ആ ബന്ധമുണ്ട്. വ്യക്തിപരമായ ഒരു വലിയ ഭാഗ്യം അദ്ദേഹവുമായി പുലർത്താൻ കഴിഞ്ഞ വലിയൊരു ആത്മബന്ധമാണ്. ആ ബന്ധത്തിന്റെ തുടക്കം മാവേലിക്കര ബിഷപ്പ് മോർ കോളേജിൽ, ഞാൻ അന്ന് കോളേജ് യൂണിയന്റെ ചെയർമാനാണ്. അന്ന് ജോർജ് മാത്തൻ സ്മാരക പ്രഭാഷണം ആ വർഷം നടത്താനായി എത്തിയത് അഴീക്കോട് മാഷാണ്. അപ്പൊ അഴീക്കോട് മാഷ് വരുമ്പോ വാക്കുകളെ സ്നേഹിക്കുന്ന, വാക്കുകൾക്ക് ഭൂമിയേക്കാൾ ആകർഷണവും കടലിനേക്കാൾ ആഴവും സൂര്യനേക്കാൾ വെളിച്ചവുമുണ്ട് എന്ന് കരുതുന്ന ഒരാൾ എന്ന നിലയിൽ വാക്കുകളുടെ കുലപതിയായ, ആ വാക്കുകളെ മനോഹരമായി, മുഗ്ധമായി, ഹൃദയമുഖിയായി ഉപയോഗിക്കാൻ കഴിയുന്ന അഴീക്കോട് മാഷിനുള്ള ആദരവ് കൊണ്ട് ആ പ്രസംഗം കേൾക്കാൻ വേദിയിൽ തന്നെ, കോളേജ് യൂണിയൻ ചെയർമാൻ ആയതുകൊണ്ട് വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു. അന്ന് കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ MK ചെറിയാൻ കൊടുവല്ലൂർ സാർ, അദ്ദേഹം ആ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് അഴീക്കോട് മാഷ് എത്തിയപ്പോൾ നമുക്കൊന്ന് അടുത്തിരിക്കാൻ കഴിയുന്നത് തന്നെ അത്രയേറെ അനുഭൂതിയാണ്. അപ്പൊ ഞങ്ങളുടെ കോളേജ് യൂണിയൻ ചെയർമാനാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. അപ്പോൾ വളരെ കാഴ്ചയിൽ വളരെ ചെറുതായിരുന്നു എന്നെ ഒന്ന് വാത്സല്യത്തോടെ നോക്കിയിട്ട് പഠന വിശേഷങ്ങൾ ചോദിച്ചിട്ട്, അപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞു, നന്നായി പ്രസംഗിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം പലപ്പോഴും സദസ്സുകളിൽ MLA പോകുമ്പോൾ ഞാൻ തന്നെ ചെയ്യാറുള്ളത് പോലെ, ശരിയെങ്കിൽ ചെയർമാൻ പ്രസംഗിക്കട്ടെ ആദ്യം എന്നായി. ഒരിക്കലും അഴീക്കോട് മാഷുള്ള സ്ഥലത്ത് അങ്ങനെ പ്രസംഗിക്കേണ്ടി വരും എന്നൊരു തോന്നൽ പോലുമില്ല. അത് കേട്ടിരിക്കുക എന്നതാണ്. ഇംഗ്ലീഷിൽ പറയും ബട്ടർഫ്ലൈ ഇൻ സ്റ്റൊമക്ക്. സാധാരണ പ്രസംഗിക്കുമ്പോൾ പരിഭ്രമങ്ങളൊന്നും വരാറില്ല. സുകുമാർ അഴീക്കോട് പോലൊരു വലിയ ഒരു മഹാസമുദ്രത്തെ കാണുമ്പോൾ ഒരു കുഞ്ഞരുവിക്ക് തോന്നുന്ന ഒരു പരിഭ്രമം, ആദരവ് ഒക്കെയാണ് അന്നേരം മനസ്സിൽ തോന്നിയത്. പക്ഷെ അന്നേരം പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ അദ്ദേഹത്തിന്റെ തത്വമസി എന്ന വളരെ പ്രൗഢമായ ഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പ്രഭാഷണം തുടങ്ങുന്നത്. ഭാരതീയം എന്ന പുസ്തകത്തെക്കുറിച്ച്. ആ സമയത്താണ് അഴീക്കോട് മാഷ് DC ബുക്സ് പുറത്തിറക്കിയ ഷെർലക് ഹോംസ്, സർ ആർത്തർ കോനൻ ഡോയലിന്റെ ഷെർലക് ഹോംസ് എന്ന കൃതികളുടെ സമാഹാരം മലയാളത്തിലേക്ക് പൂർണ്ണമായി മൊഴിമാറ്റം ചെയ്യുന്നു. അതിന് ആമുഖം എഴുതി അഴീക്കോട് മാഷായിരുന്നു. ഒരേ സമയം തത്വമസി എഴുതുകയും ഷെർലക് ഹോംസിനെ പോലൊരു കുറ്റാന്വേഷകൻ, ഒരു കഥാപാത്രം ജീവിച്ചിരുന്നു എന്ന് കരുതി ഞാൻ അദ്ദേഹത്തെ പോകുമായിരുന്നു, അത്തരം ഭ്രാന്തുകളാണ് നമുക്ക് ഉണ്ടാകേണ്ടത് എന്നെഴുതുകയും ചെയ്യുന്ന അഴീക്കോട് മാഷിന്റെ വ്യക്തിജീവിതത്തിലെയും സാഹിത്യ ജീവിതത്തിലെയും അടരുകളെ സ്പർശിച്ചുകൊണ്ടായിരുന്നു ആ പ്രസംഗം. ആ പ്രസംഗം അങ്ങനെ ഒരു മഹാഭാഗ്യം കൊണ്ട് വളരെ ഭംഗിയുള്ളൊരു പ്രസംഗമായി മാറുകയും തുടർന്ന് അഴീക്കോട് മാഷ് എന്ത് പറയും എന്ന കൗതുകത്തോടെ, ഉത്കണ്ഠയോടെ കാത്തിരിക്കുകയും ചെയ്തു. അഴീക്കോട് മാഷ് പ്രസംഗം തുടങ്ങിയത് ഇങ്ങനെയാണ്: ഞാൻ പുതിയ തലമുറയിൽ നിന്നും ഒരു പിൻഗാമി അന്വേഷിക്കാറുണ്ടായിരുന്നു. കേരളത്തിലുടനീളം യാത്ര ചെയ്യുമ്പോൾ അത്തരമൊരു അന്വേഷണം ഞാൻ നടത്താറുണ്ട്, ഒരു ആരായൽ ഉണ്ടാകാറുണ്ടായിരുന്നു. ഇന്ന് ഞാനത് കണ്ടെത്തി. നിങ്ങളുടെ കോളേജ് യൂണിയൻ ചെയർമാൻ പ്രമോദ് നാരായണനെ
ഞാൻ എൻ്റെ പിൻഗാമിയായി കരുതുന്നു എന്ന് പറഞ്ഞപ്പോ അതൊരു ആജീവനാന്ത കാവലാണ്, അനുഗ്രഹമാണ്. അടുത്ത ദിവസം പുറത്തിറങ്ങിയ പത്രങ്ങൾ അഴീക്കോട് മാഷ് തന്റെ പിൻഗാമിയെ പ്രഖ്യാപിച്ചു. പ്രമോദ് നാരായൺ എന്ന് പറഞ്ഞാണ് പുറത്തിറങ്ങിയത്. അത് എത്ര കാലം കഴിഞ്ഞാലും ഓരോ വേദികൾ കയറുമ്പോഴും, നിയമസഭയിലാണെങ്കിലും അല്ലാതുള്ള വേദികൾ കയറുമ്പോഴും ആ അനുഗ്രഹം നെറുകയിൽ തൊടുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നീട് ആ ബന്ധം തുടർന്നു. നൂറിനാട്ടുള്ള മിനി മാസിക പ്രസിദ്ധീകരണങ്ങളിലൂടെ കേരളമാകെ ശ്രദ്ധിക്കുകയും പുസ്തക പ്രസാധകനായി എഴുത്തുകാരനായി പിന്നീട് മാറുകയും ചെയ്ത നൂർനാട് മോഹൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എനിക്ക് പിന്നീട് ഗാന്ധി സമ്മാൻ പുരസ്കാരം കിട്ടിയപ്പോൾ അതിനെ അനുമോദിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി അതിനെ അനുമോദിക്കാൻ അഴീക്കോട് മാഷ് എത്തി. അദ്ദേഹം സംഘടിപ്പിച്ച ഒട്ടേറെ ചടങ്ങുകളിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ പേര് ഇതിന് കിളിപ്പാട്ട് എന്നാണ്. ഞങ്ങൾ ആ ബന്ധം തുടർന്നു. പിന്നെ പലതവണ അഴീക്കോട് മാഷിനെ കാണാൻ പോയി. അഴീക്കോട് മാഷ് ഇപ്പോഴും ആ ശബ്ദത്തിന്റെ മാറ്റുലികൾ നമുക്ക് കേൾക്കാം. എല്ലാ പ്രസംഗങ്ങളിലും ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞ, സത്യാന്വേഷിയായിരുന്ന, ജീവിതം തന്നെ, പ്രസംഗം തന്നെ, സാഹിത്യം തന്നെ ഏറ്റവും വലിയ സത്യാന്വേഷണ പരീക്ഷണമാണ് എന്ന് മലയാളിക്ക് കാട്ടിത്തന്ന അഴീക്കോട് മാഷിന്റെ വാക്കുകൾ വളരെ മൃദുവായി വേദിയിലേക്ക് വന്ന് ആ ശബ്ദത്തിൽ മുഴങ്ങിയ ആശയങ്ങളുടെ ധ്വനികൾ ഒരു മലയാളിക്കും മറക്കാനാവില്ല. ആ ഓർമ്മകളാൽ സാന്ദ്രമാണ് ഈ ദിനം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ പ്രണാമം. അങ്ങനെ അക്ഷരങ്ങൾ കൊണ്ട് പെരുങ്കളിയാട്ടം നടത്തുന്ന സുകുമാർ അഴീക്കോട് മാഷിന്റെ ഓർമ്മകളാണ് ജനകീയനായിട്ടുള്ള മുൻ MLA കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ കേരള വിഷനുമായി പങ്കുവച്ചത്. ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കലൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.